ആഷിക്ക് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ കുറെ അധികം നാളുകളായി അടൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെ മുറിക്കുള്ളിൽ മാത്രം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിനായി എത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത്. രാവിലെ 9:30 കൂടിയാണ് അദ്ദേഹം നിയമസഭയിൽ എത്തുന്നത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറെ അധികം നാളുകളായി കടന്നു പോകുന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹവും സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി രാഹുൽ നേരിടുന്ന കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെയൊക്കെ മുൻനിർത്തി അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തെ പ്രതിപക്ഷത്തിന്റെ ഒരു പാർട്ടിയിലുള്ള ആളെയല്ല എന്നത് അവർ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇതുവരെ സ്വന്തം മണ്ഡലമായ പാലക്കാട് പോലും പോയിട്ടില്ല. ആ ഘട്ടത്തിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, അതായത് എല്ലാവരും ഉള്ള ഒരിടത്തേക്ക് രാഹുൽ എത്തുന്നത്. ഇതൊരു വലിയ, എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വന്നതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം വരേണ്ടതുണ്ട്. പലതരത്തിലുള്ള ആളുകൾ നിയമസഭയിലുണ്ട്. അത് ക്രിമിനൽ കേസ് പ്രതികൾ മുതൽ പീഡന വീരന്മാർ മുതൽ നിരവധി ആളുകളുള്ളപ്പോൾ രാഹുലിനും വരാം എന്നുള്ളതാണ്. അദ്ദേഹം അത് അതിജീവിച്ച്, അതായത് ഭരണകൂടത്തിന്റെ സപ്പോർട്ടില്ല, പ്രതിപക്ഷത്തിന്റെ സപ്പോർട്ടില്ല. അദ്ദേഹം പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പുറകിലെ ബ്ലോക്കിൽ മാറിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. നമുക്കറിയാം നിയമസഭാ സമ്മേളനം ചേരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ള അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ്. ഇനി ഉള്ളത് ഒരെണ്ണം വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപിൽ ഒരു ബജറ്റ്, ഇടക്കാല ബജറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കും അടുത്ത ഒരു നിയമസഭാ സമ്മേളനം വരാനിരിക്കുക. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ താനൊരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധി എന്ന നിലയിൽ നിയമസഭയിൽ പങ്കെടുക്കേണ്ടത് അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് പരാതിയില്ല. എന്ത് തോന്നുന്നു? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു മാസ് കംബാക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന സഭാ സമ്മേളനത്തിലേക്ക് വരേണ്ടത് തന്നെയാണ്. കാരണം MLA യുടെ ശമ്പളം വാങ്ങുക, MLA യുടെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുക, ഒരു ജനപ്രതിനിധിയായി തുടരുക എന്ന നിലയ്ക്ക് MLA യുടെ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റുന്നുണ്ട്, ശമ്പളമെല്ലാം വാങ്ങുന്നുണ്ട്. അയാൾ പണിയെടുക്കരുത് എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അദ്ദേഹം നിയമസഭയിൽ എത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അദ്ദേഹം ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയുണ്ട്, അല്ലെങ്കിൽ ജയിപ്പിച്ചു വിട്ട പാലക്കാടുള്ള ജനങ്ങളോട് ചെയ്യേണ്ട ഒരു മാന്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു കടമയുണ്ട്. അത് നിർവഹിക്കാൻ അദ്ദേഹം, അല്ലെങ്കിൽ നിയമസഭയിൽ എത്തരുത് എന്ന് പറഞ്ഞ ആരും ഇതുവരെ അദ്ദേഹത്തെ തടഞ്ഞിട്ടില്ല. പിന്നെ ഒരു കേസ് പോലും ഇതുവരെ സ്ട്രോങ് ആയ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്ന ഒരു കേസ് പോലും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് എന്തിനദ്ദേഹം മാറി നിൽക്കണം? പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്ന് വെച്ച് ഒരാൾ MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം നിർവഹിക്കേണ്ട കുറെ ചുമതലകളുണ്ട്. അതിൽ നിന്ന് ഒരിക്കലും അദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയില്ല. MLA സ്ഥാനം രാജിവെച്ച് ഒഴിയുന്നത് വരെ സഭാ സമ്മേളനം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്തണം. അതാണ് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യം. കാരണം പാലക്കാടത്തെ ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അത് സഭയിൽ ഉന്നയിക്കണം, അത് സഭയിൽ ഉയർത്തി കാട്ടണം. അതിന് മറ്റൊരാളില്ല. പാലക്കാട് നിന്ന് പാലക്കാടത്തെ MLA അല്ലെങ്കിൽ മറ്റൊരാൾ അവിടെ സംസാരിക്കാനില്ല. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം വരേണ്ടത് തന്നെയാണ്. അദ്ദേഹം നിയമസഭയിൽ എത്തിയത് എന്തായാലും സ്വാഗതാർഹം തന്നെയാണ്. കാരണം പ്രതിപക്ഷത്തിന്റെ സപ്പോർട്ടില്ല, ഭരണപക്ഷം കടിച്ചു കയറാൻ നിൽക്കുന്നു. എന്നിട്ടും സുഹൃത്തുക്കൾക്കൊപ്പമാണ് അദ്ദേഹം നിയമസഭയിൽ എത്തുന്നത്. അത്രയും ധീരതയോടുകൂടി അദ്ദേഹം എത്തുന്നു. അദ്ദേഹം ഒറ്റപ്പെടുത്തി മാറിയിരുന്നിട്ട് പോലും അദ്ദേഹം വരും. അവിടെ വന്ന് അദ്ദേഹത്തിന് പറയാനുള്ളത് പറയും എന്ന രീതിയിൽ അദ്ദേഹം വന്നത് എനിക്ക് എന്തായാലും അത് ഒരു നല്ലൊരു രീതിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഒരാൾ പോലും ഈ കേസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ബൈറ്റ് കൊടുത്ത ഒരാൾ പോലും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ പ്രത്യക്ഷമായി പോലീസിൽ ഒരു FIR ഇടാനോ ആരും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം മാറി നിൽക്കുന്നതിൽ ഒരർത്ഥമില്ല. ഒരുപാട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതിനൊന്നും ന്യായീകരിക്കുകയല്ല, ചെയ്തതെല്ലാം തെറ്റുകൾ തന്നെയാണ്. കാരണം നമുക്ക് മുന്നിൽ കിട്ടിയ തെളിവുകളെല്ലാം, അല്ലെങ്കിൽ ഓഡിയോ തെളിവുകളാണോ ശാസ്ത്രീയ തെളിവുകളാണോ തെളിയിക്കപ്പെട്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. ഈ ഓഡിയോ സന്ദേശങ്ങളൊന്നും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല ഇതുവരെ, അല്ലെങ്കിൽ അതിലൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹം തനിക്കെതിരെ നടന്ന വ്യക്തിഹത്യയാണെന്ന് പറഞ്ഞ് തിരിച്ചൊരു കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അത് നിഷേധിക്കാനോ ഒന്നും നിൽക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തെ നമുക്ക് ഒരു എന്താ പറയാ, അത് ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അവരും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഒന്ന്, നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി അവർക്കൊരു ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു നിയമസഭാ സമ്മേളനമാണ്. ഒന്ന് നമുക്കറിയാം, പോലീസിന്റെ ക്രമസമാധാന പരിപാലനം, പോലീസ് സ്റ്റേഷനിൽ അതിക്രൂരമായ പീഡനങ്ങൾ, അഴിമതി, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ഇരുന്ന പ്രതിപക്ഷം സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് പരോക്ഷമായി തന്നെ നിയമസഭയിലേക്ക് എത്തരുതെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിലെ ഒരു സാമൂഹിക ചർച്ചകളുടെ ഭാഗമായി മനസ്സിലാക്കുന്നത് ഗ്രൂപ്പിന്റെ പൂർണ്ണമായ സമ്മതത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. വരണം എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് വാർത്തകളിൽ, മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത്. പല ആളുകളും അങ്ങനെ പറയുന്നുമുണ്ട്. നമുക്കതിൻ്റെ സത്യസന്ധത അറിയില്ല. പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഞങ്ങൾ എന്തായാലും നിയമസഭയിൽ പോലീസ് രാജിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ എന്ന് ചോദിക്കുമ്പോൾ അതിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്തിനാണ് തലയിലെടുത്ത് വെക്കുന്നത്? രാഹുൽ ഞങ്ങളുടെ പാർട്ടിയുടെ ആളല്ല, രാഹുലിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് രാഹുലിന്റെ കാര്യം തിരക്കുന്നത് എന്നാണ് കൃത്യമായി ചോദിച്ചിരുന്നത്.
അപ്പോൾ രാഹുൽ എന്തായാലും കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കുകയും ഒരു എക്സ്റ്റെൻഡഡ് ലൈബിലിറ്റി രാഹുലിന്റെ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴും പ്രതിപക്ഷത്തിന് ഇനി ഭരണപക്ഷത്തോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക പോലീസ് രാജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ. തിരിച്ച് നിങ്ങളുടെ രാഹുൽ പീഡിപ്പിച്ചില്ലേ, നിങ്ങളുടെ MLA പീഡിപ്പിച്ചില്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു ലൂപ്ഹോൾ പോലും അവിടെ പ്രതിപക്ഷത്തിനോട് ചോദിക്കാനുള്ള ലൂപ്ഹോൾ പോലും ഭരണപക്ഷത്തിന് ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷനും കൂടിയുണ്ട്. സത്യത്തിൽ എനിക്ക് ബേസിക്കലി നമ്മൾ ഇതിൻ്റെയൊക്കെ അപ്പാർട്ട് ഫ്രം ദ ധാർമ്മികത ആൻഡ് സോക്കോൾ നെറേറ്റീവിനൊക്കെ അപ്പുറമായി മാറിയിരുന്ന് കേരള പൊളിറ്റിക്സ് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസകരമായാണ് ഇത് പോകുന്നത്. ഒരു ചെസ് ബോർഡിൽ നമ്മൾ ഒരു ചെക്ക്മേറ്റ് വെക്കുന്ന പോലെയാണ്, അത്ര രീതിയിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. എന്തായാലും നിയമസഭാ സമ്മേളനത്തിൽ ഇന്ന് നമുക്കറിയാം VS അച്യുതാനന്ദന്റെ മരണമുണ്ട്. അതുപോലെ നിയമസഭാചീരൊക്കെ മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ദിവസത്തെ സ്മരിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം അതിനപ്പുറമായി ചർച്ചകൾ ഇന്നില്ല. നാളെ മുതൽ എന്തായാലും നിയമസഭ ഒന്ന് കൊഴുക്കും, ചർച്ചകൾ ഉണ്ടാകും. പിണറായി ഭരണം തുടരുമെന്നുള്ളൊരു പ്രതീക്ഷ ഭരണപക്ഷത്തിനുണ്ട്. മാത്രമല്ല ഈ കോൺഗ്രസ് തല്ലിപ്പിരിഞ്ഞ് നിൽക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് ഉൾപ്പെടെ വരികയും പ്രതിപക്ഷത്തെ ഒരു ശക്തനായ നേതാവില്ലാത്തതിൻ്റെയും ഒരു അപര്യാപ്തത ഉള്ളതിനാൽ സ്വാഭാവികമായും തുടർഭരണം ഉണ്ടാകും ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ പൊതുവിൽ. അപ്പോൾ ശരിയാണോ ഇല്ലയോ എന്നുള്ളത് കൂടി നാളെ എൻ്റെ റിയാലിറ്റി ചെക്കാണ് സത്യത്തിൽ നിന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഞാൻ സത്യത്തിൽ വളരെ ഈഗർലി വെയിറ്റ്, നമ്മൾ ചില സിനിമാ ലോഞ്ചിങ്ങിനൊക്കെ ഈഗർലി വെയിറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ നാളെ എന്താണ് നടക്കാൻ പോകുന്നത്, നാളത്തെ ചർച്ച എങ്ങനെയായിരിക്കും, രാഹുൽ എന്തായിരിക്കും പറയാൻ പോവുക എന്നുള്ളതുണ്ട്. ആഷിക്ക് പറഞ്ഞത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് ഇറങ്ങിയിട്ട് പോലും തെളിവുകളില്ല. തേർഡ് പാർട്ടി പരാതികൾ മാത്രമാണ്. കേട്ടിരുന്നു, കണ്ടിരുന്നു, പറഞ്ഞിരുന്നു. അല്ലാതെ നിങ്ങളാണോ അതിനകത്തെ ഇര എന്ന് ചോദിച്ചാൽ അല്ല. ഇരയ്ക്ക് എന്തായാലും പരാതി കൊടുക്കാൻ താല്പര്യമില്ല. പേഴ്സണൽ സ്പേസിൽ രാഹുലിന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിനേക്കാൾ ഉപരിയായി അതൊരു പീഡനമാണെന്നോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കയറി പിടിച്ച് അല്ലെങ്കിൽ അയാളുടെ സ്ഥാനം ഉപയോഗിച്ച് അതൊരു പീഡനമൊന്നുമല്ല. പക്ഷേ അയാൾക്കുള്ള സമൂഹത്തിലെ സ്വീകാര്യത വെച്ചുകൊണ്ട് സ്ത്രീകളുടെ പുറകിൽ ഒരു കോഴിത്തരം മലയാളത്തിൽ പറഞ്ഞാൽ അതാണ് ചെയ്തുകൊണ്ടേ ഇരുന്നത്. അത് രാഹുൽ എന്തായാലും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ഇത്രയൊക്കെ ശിക്ഷ മതിയായിരിക്കും എന്നായിരിക്കും പൊതുവിലുള്ള സമൂഹം വിചാരിക്കുന്നത്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് തുടക്കം മുതൽ രാഹുലിൻ്റെ അത്തരത്തിലുള്ള പരിപാടികളോട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന രീതികളോട്, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, ആ രാഷ്ട്രീയ നേതാവ് കാണിക്കാത്ത പക്വതയൊക്കെ പൂർണ്ണമായും വിമർശിക്കുകയും ഇപ്പോഴും വിമർശിക്കുകയും ഇനിയും വിമർശിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് രാഹുലിൻ്റെ ആവശ്യത്തിൽ മമതയൊന്നുമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് നാളെ മുതലുള്ള ചർച്ചകൾ കാണാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും രാഹുലിനെതിരെ വരുന്ന ഈ ആരോപണങ്ങളെല്ലാം തിരിച്ച് അടിക്കാൻ കിട്ടിയ ഒരു അവസരമായി തന്നെ പ്രതിപക്ഷത്തിന് ഉപയോഗിക്കാം. കാരണം ഈ സഭാ സമ്മേളനം പ്രതിപക്ഷത്തിന് എന്തായാലും വലിയ രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്താനും പറ്റിയ ഒരു വേദിയായിട്ടാണ് ഈ സഭാ സമ്മേളനം വരുന്നത്. കാരണം രാഹുലിനെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ, സഭാ സമ്മേളനം വരുമ്പോൾ എങ്ങനെയാണ് ഭരണപക്ഷം ഇതിനെ കൈകാര്യം ചെയ്യുക എന്നായിരുന്നു ആദ്യത്തെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നത്. വ്യക്തമായി പോലീസിനെതിരെ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും പോലീസിനെതിരെ വലിയ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണെങ്കിൽ ഇതിനെല്ലാം മൗനം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സഭയിൽ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അത് വ്യക്തമായി ചോദിക്കാൻ അല്ലെങ്കിൽ അത് അത്തരം സീരിയസോടുകൂടി ചോദിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയണം. അതുപോലെ തന്നെ രാഹുലിന്റെ വിഷയത്തിൽ അവരെടുത്ത നിലപാട് എന്തുകൊണ്ട് നിങ്ങൾ എടുത്തില്ല? നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ ഇപ്പോഴും അതേ സ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ ഒരു പടി മുകളിൽ സ്ഥാനക്കയറ്റം ലഭിച്ച് ഈ സഭയിൽ ഇരിക്കുന്നുണ്ടല്ലോ, എന്ത് നിലപാട് നിങ്ങൾ സ്വീകരിച്ചു എന്ന ചോദ്യത്തിനൊന്നും ചിലപ്പോൾ ഈ ഭരണപക്ഷത്തിന് ഉത്തരം കാണില്ല. അതെല്ലാം വ്യക്തമായി ചോദിക്കാനും അത് കൃത്യമായ രീതിയിൽ അവരെ തുറന്നു കാണിക്കാൻ, അതെ, അവരിലേക്ക് അത് കൃത്യമായ രീതിയിൽ ചോദിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ മാത്രമേ അതിന് പറ്റിയ ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടം. പക്ഷെ അദ്ദേഹം ഇപ്പോൾ എന്താ പറയാ മുന്നണിയിലേ ഇല്ലാതെ മാറ്റിയിരുത്തപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോ ഷാഫി ആയിരിക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരിക. ഷാഫിക്കും ചോദിക്കാം, ഷാഫിക്കെതിരെ ഉണ്ടായ ആ പ്രശ്നങ്ങളെല്ലാം സഭയിൽ ഉയർത്തി കാണിക്കാം. എന്തിനാണ് തനിക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത് എന്ന രീതിയിലെല്ലാം ചോദ്യങ്ങൾ ഉന്നയിക്കാം. പോലീസ് എന്തുകൊണ്ട് നോക്കൂത്തികളായി നിന്നും, അതുപോലെ പോലീസ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ, ഇങ്ങനെ ഗുണ്ടകളാണോ പോലീസ് എന്ന രീതിയിൽ ഇത് കൃത്യമായി CM-ലേക്ക് തന്നെ അല്ലെങ്കിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടാനുള്ള വലിയ അവസരമാണ് പ്രതിപക്ഷത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കൈകാര്യം ചെയ്യും. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഇവർ ഈ വിഷയം ഉന്നയിക്കുന്നത്, എങ്ങനെയാണ് നാളെ സഭയിൽ എന്തൊക്കെയാണ് നടക്കുക എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും.